ഈ ഇടിയർച്ച എന്ന് കേൾക്കുമ്പോഴേ നെഞ്ചിലൊരു ഇടിയ. ആ ഇടി എന്ന് വെച്ചാൽ കൊതി മൂത്തിട്ടുള്ളൊരു ഇടി. അതൊരു വല്ലാത്തൊരു വികാരം തന്നെ കേട്ടോ. എന്നെ കുറേ നാളോടെ ഒരാൾ പറ്റിക്കുന്നുണ്ട്, ഇന്ന് തരാം, നാളെ തരാം, മറ്റന്നാൾ തരാം. ഞാൻ നോക്കിയിട്ട് എനിക്കും കിട്ടുന്നുമില്ല ഇത്. അപ്പം ഞാൻ വിചാരിച്ചു ഇൻസ്റ്റൻ്റ് ആയിട്ട് നമുക്കൊരു ഇടിയർച്ച ഉണ്ടാക്കി കഴിക്കാമെന്ന്. ആ ഉണക്ക ഇറച്ചിയുടെ അത്രയും ടേസ്റ്റ് ഇല്ലെങ്കിൽ നമ്മുടെ കൊതിയൊന്നും നടക്കണമല്ലോ. അതുമല്ല, ഒരു 90-95% ടേസ്റ്റ് ഉണ്ട്. നമുക്ക് മറ്റേത് ഭയങ്കര ഈസി അവൈലബിൾ അല്ലല്ലോ, പെട്ടെന്ന് കിട്ടാൻ ഒരു ചാൻസും ഇല്ല. ഇതുപോലെ നമ്മളെ കുറേ ആൾക്കാർ പറ്റിക്കുകയും ചെയ്യും, നാളെ തരാം, മറ്റന്നാൾ തരാം. വീഡിയോ കാണുമ്പോൾ മനസ്സിലാക്കണം. അപ്പം നമുക്ക് വേഗം ഉണ്ടാക്കിയാലോ. ചതച്ച് ചെറിയുള്ളി, ഇഞ്ചിയും വെളുത്തുള്ളി എടുക്കണം കേട്ടോ. അത് എണ്ണയിലിട്ടൊന്ന് വഴട്ടാ. പിന്നെ വെളുത്തുള്ളിയുടെ തൊലി കളയേണ്ട, അതാണ് ടേസ്റ്റ്. എന്നിട്ട് ഇതൊന്ന് വഴണ്ട് കഴിയുമ്പോഴത്തേക്ക് അതിനകത്തോട്ട് ചതച്ച മുളകും കളറിന് വേണ്ടി ഇത്തിരി മുളക് പൊടിയും ചേർത്തൊന്ന് മൂപ്പിച്ചെടുക്കുക. എന്നിട്ട് കുക്കറിൽ മുളക് പൊടി വേണ്ട, മഞ്ഞൾപ്പൊടി, ഉപ്പ്, കുരുമുളക് ഇതിട്ട് വേവിച്ച ബീഫാണ് കേട്ടോ. അത് എന്നിട്ട് മിക്സിയിൽ ഒന്ന് കറക്കി എടുക്കുമ്പോഴത്തേക്കും ഇങ്ങനെ നാര് പോലെ വരും. പക്ഷേ എൻ്റെ ബീഫ് കഷ്ണങ്ങൾ കുഞ്ഞായതുകൊണ്ടാണ് ഇങ്ങനെ പൊടിയായിപ്പോയത്. നിങ്ങൾ വലിയ കഷ്ണങ്ങളാക്കി എടുത്ത് നല്ല നാര് പോലെ കിട്ടും കേട്ടോ. എന്നിട്ട് ലേശം കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുത്ത് മീഡിയത്തിലും സിമ്മിലും ഒക്കെ ഫ്ലെയിം ആക്കിയിട്ട് നന്നായിട്ട് ഇങ്ങനെ മൊരിച്ചെടുക്കുമ്പോഴത്തേക്കും കുറച്ച് സമയം കഴിയുമ്പോൾ നല്ല മണമൊക്കെ വരും ഇടിയിറച്ചിയുടെ. അപ്പോൾ തന്നെ സംഭവം റെഡിയായി കേട്ടോ. അപ്പോൾ ഇൻസ്റ്റൻ്റ് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു സംഭവമാണിത്. അത് തന്നെയാണല്ലോ ഇൻസ്റ്റൻറ്റ് ഇടിയിറച്ചി. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയാണെന്ന് പറയണം. ഈ വോയിസ് തിന്ന് കഴിഞ്ഞ് ഞാൻ ഓൾറെഡി, പക്ഷേ ഈ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ ഇത് കാണുമ്പോൾ എനിക്ക് കൊതി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് വേഗം ഉണ്ടാക്കി നോക്കിയിട്ട് എങ്ങനെയാണെന്ന് പറയട്ടോ.